ഹലോ മച്ചന്മാരെ, നമസ്കാരം. ഗൺസ്കോപ്പ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കുറേ ആയി നമ്മുടെ PX-ന്റെ സിലിണ്ടറൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴയൊക്കെയാണ്, പണിയൊക്കെ കുറവാണ്. അപ്പോൾ നമുക്കൊരു സിലിണ്ടറും ഒരു സെഡ് വാൽവൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ഫിറ്റാക്കിയിട്ട് നമുക്ക് നമ്മളെ PX-ന്റെ ഒരു ലുക്കൊന്ന് മാറ്റിക്കളയാം, അടിപൊളിയാക്കി എടുക്കാം. അതൊരു വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു, നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മുന്നോട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മളതിൻ്റെ ഒരു അൺബോക്സിങ് കാണിക്കുകയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കാം, പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. എയർഗൺ ഇന്ത്യയുടെ പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ കയ്യിൽ ഇത് ആദ്യമായിട്ട് വരുന്നത്, അതുകൊണ്ട് നമ്മളൊരു അൺബോക്സിങ് ആക്കിയിട്ട് അങ്ങ് വെക്കുന്നു എന്ന് മാത്രം. ഓക്കെ, കുറേ ദിവസമായി ഇത് ബുക്ക് ചെയ്തിട്ട്. അതിൻ്റെ വിശേഷം ഞാൻ പിന്നെ പറയാം. എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിങ്ങാണ്. നമുക്ക് വന്നിരിക്കുന്ന ഒരു സിസ്റ്റം ആണ് ഇത്, ഒരു റെഗുലേറ്റർ സിസ്റ്റം. അപ്പോൾ റെഗുലേറ്ററിനോട് നമുക്ക് വലിയ താല്പര്യമില്ല, എങ്കിലും നമുക്കൊന്ന് ഫിറ്റാക്കി നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റാണ്, അതായത് നമ്മുടെ ബാരൽ ക്ലാമ്പ്, റെഗുലേറ്ററി സിസ്റ്റം വിത്ത് സെഡ് വാൽവ്. അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് ഞാൻ പിന്നീട് ചെയ്യും. നമുക്ക് അതിൻ്റെ കൂടെ ഒരു സിലിണ്ടർ ഉണ്ട്. നമുക്ക് സിലിണ്ടർ ഒന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു സിലിണ്ടർ ഉണ്ട്, നമുക്കൊരു ബോട്ടിൽ സിലിണ്ടർ. ഇതായിരുന്നു നമ്മളുടെ ഒരു ആഗ്രഹം. ഇത് ഞാൻ വെറുതെ ഇൻസുലേഷൻ അടിച്ചാണ്. ഇതിൻ്റെ ഫുൾ ബ്ലാക്കാണ് ഇത് കളർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അത് കാരണം ഞാനിവിടെ ഇൻസുലേഷൻ അടിച്ചത് നമുക്ക് ഈ ബാരൽ ക്ലാമ്പ് ഇതിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി ചെയ്ത സംഭവമാണ്. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് വീണ്ടും പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെഡ് വാൽവിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.